ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബി പോസിറ്റീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇത് നമ്മുടെ ടേബിൾ റോസാണ്. ടേബിൾ റോസിലെ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പൂക്കളാണ് ഇതിന്. ഇതിൽ തന്നെ 2 തരം പൂക്കൾ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വൈബ്സ് ആണ്. ഇന്ന് രാവിലെ വിരിഞ്ഞിട്ടുള്ള കുറച്ച് പൂക്കളുടെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റ ഉടനെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. എനിക്ക് മോർണിംഗിൽ ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. ചിലർക്ക് ചെടികളിൽ ഇലകൾ മാത്രമായിട്ടുള്ള ചെടികളാവും ഇഷ്ടമുണ്ടാവുക. എനിക്ക് 2 ടൈപ്പ് ചെടികളും ഇഷ്ടമാണ്. കൂടുതലിഷ്ടം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ചെടികളാണ്. ഈ ഒരു പ്ലാന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ നെയിം എനിക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് ടൈപ്പ് ചെയ്തിടണേ, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഇതിൻ്റെ 3 വെറൈറ്റിയാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. ഓറഞ്ചും വെള്ളയും കൂടിയതും, പിന്നെ ഈ ഒരു ഷെയ്ഡും, പിന്നെ ഒരു കടും റോസും. അത് ഫ്ലവറിങ് ആയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കാശിത്തുമ്പ. ഇതിനും ശാസ്ത്രീയമായിട്ട് വേറെ നെയിംസ് ഉണ്ടാവും. അറിയുന്നവരൊന്ന് കമൻ്റ് ഇടണം. ഇതിൻ്റെ 3 വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ ടേബിൾ റോസിൻ്റെ വേറൊരു ഫ്ലവർ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ടേബിൾ റോസിൻ്റെ ഒരുപാട് കളേഴ്സ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും ഈ ഒരു സമയത്ത് ഫ്ലവറിങ് ആയിട്ടില്ല. ഏറ്റവും ഈസി ആയിട്ട് ലോ കെയറിങ് കൊടുത്ത് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ടേബിൾ റോസ്. പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും, എപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഗാർഡനിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്നും നല്ല ഒരു അനുഭൂതി തന്നെ ആവും. ഇത് ഹാങ്ങിങ് ആയിട്ടും ഇടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് കാക്കപ്പൂവിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒറിജിനൽ നെയിം എനിക്കറിയില്ല. ഇത് നമ്മുടെ യൂഫോബിയ. ഇതും എപ്പോഴും ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് കുറച്ച് ഫ്ലവേഴ്സേ ഉള്ളൂ. ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഫ്ലവർ ചെയ്താൽ തന്നെ ഒരു മന്ത് വരെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഒരു ഫ്രഷ് ഫീലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ടേബിൾ റോസ് ഹാങ്ങിങ് ആയിട്ട് ഇടാനും പറ്റും എന്നുള്ളത്. നന്നായി നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് യെല്ലോ കളറും റോസും ഒക്കെ ആയിട്ട് നല്ല ഫ്ലവറിങ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഹാങ്ങിങ് പോട്ട്സ് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. അപ്പോൾ നമ്മുടെ ടേബിൾ റോസും ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുമെന്നുള്ളത് ചിലർക്കൊക്കെ പുതിയ അറിവായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുക. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് എപ്പോഴും ആ ഒരു ഇലകളുടെ കൂടെ പൂക്കളും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്. ഇത് നമ്മുടെ എവർഗ്രീൻ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ മോർണിംഗിൽ വിരിഞ്ഞ് നിൽക്കുന്ന കുറച്ച് ഫ്ലവേഴ്സിനെ കാണിച്ച് തരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ ഉള്ള എൻ്റെ അടുത്തുള്ള കുറച്ച് ടേബിൾ റോസിൻ്റെ ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെയുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ മുടങ്ങാതെ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.